വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളക്കാപ്പെല്ലാം കഴിഞ്ഞിട്ട് മനീഷേട്ടനും കിങ്ങിണി ചേച്ചി നൈനൂട്ടിയും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് പോകാനായിട്ട് താല്പര്യമേ ഇല്ല. പിന്നെ അവരവിടെ ഹരിപ്പാട് മുരുകൻ്റെ അമ്പലത്തിൽ കാവടിയായിട്ടൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് പോയേക്കത്തുള്ളൂ. അതാണ് കേട്ടോ അവർ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ അവരിപ്പോഴെങ്ങും പോകത്തില്ലല്ലോ. ഞാൻ എന്താ അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഉണ്ട് ടെൻസണൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് വന്ന് നിൽക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ചർച്ചയായിരുന്നു. തലേ ദിവസത്തെ കഥകളും കാര്യങ്ങളും ഒക്കെ പറച്ചിലായിരുന്നു കേട്ടോ. പാർക്കുട്ടി അവിടെ എല്ലാം ഓടി നടക്കുന്നുണ്ടായിരുന്നു. ടെസ്റ്റ് ചേച്ചിയാണ് കേട്ടോ ഓരോ കഥകളായിട്ട് പറയുന്നത്. ഞങ്ങൾ ഫാമിലി കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര വൈബാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം ഉള്ളവർക്കൊന്നും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ അലപ്പായിരിക്കും. നമ്മൾ ഫാമിലിയായിട്ട് ഒരുമിച്ച് കൂടിക്കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരുടെയും തൊണ്ട ഒരു പരുവാകും കേട്ടോ. എൻ്റെ സൗണ്ട് നല്ല പോലെ വ്യത്യാസമുണ്ട്. കാരണം അലച്ചലച്ച് നമ്മൾ ഭയങ്കര സൗണ്ടിലായിരിക്കും സംസാരിക്കുന്നത്. ഒരാൾ സംസാരിക്കുന്നതിൻ്റെ മേളിൽ കൂടെ നമ്മുടെ സൗണ്ട് കേൾക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഒച്ചത്തിലായിരിക്കും കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നന്ദു ആണെങ്കിൽ പോയി ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഉറക്കത്തിൽ നിന്ന് പല്ലൊക്കെ തേച്ച് എണ്ണിച്ച് വന്നിട്ടേ ഉള്ളേ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ട് കൊച്ചുമോൻ ചേട്ടൻ വന്ന്. കൊച്ചുമോൻ ചേട്ടൻ വന്നപ്പോഴത്തേക്കിനും കഥകൾ കൊച്ചുമോൻ ചേട്ടനോടും ആയി. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് കൊച്ചുമോൻ ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടെസ്റ്റ് ചേച്ചി പിന്നെ ആരെയൊക്കെയോ അനുകരിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ പോയി കഴിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിഷമം. പോകുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പോവും. അപ്പോൾ പിന്നെ ഞാനും നന്ദുവും ടെൻസണനും മാത്രമേ ഈ മലയെ കാണത്തുള്ളൂ. ഞങ്ങൾ മൂന്നുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി ഇവിടെ ഇരിക്കും. മണിക്കുട്ടിയാണെങ്കിൽ അവർ ഇടയ്ക്കോട്ട് പോയി കിടന്ന് ചാടാനായിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. പക്ഷേ എങ്ങനെ വിടും? അവൾക്ക് ചാടാനൊന്നും പറ്റൂലല്ലോ. മോനുമയാണെങ്കിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകിട്ട് തന്നെ അങ്ങ് പോയായിരുന്നു. അമ്മയ്ക്കും പോകാൻ തീരെ മനസ്സേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ പോയല്ലേ ഒക്കത്തുള്ളൂ, അതുകൊണ്ട് അങ്ങ് പോയി. ഈ രാവിലെ ആയിട്ടും ആരും ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഈ കാര്യം പറയാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഫോണും വേണ്ട ഫുഡും വേണ്ട ഒന്നും വേണ്ട. പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഫോണും വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാനും ഫോൺ എടുക്കത്തില്ല. ഞങ്ങളെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടൊന്നും ഇരിക്കത്തില്ല. പിന്നെ നമുക്ക് വീഡിയോ ഇടണമല്ലോ. ഞാൻ ഓൾറെഡി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല നമ്മളിങ്ങനെ സംസാരിക്കുന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ മാത്രമേ ഫോൺ ഇങ്ങനെ എടുക്കാറുള്ളൂ. അതും വീഡിയോ എടുത്തു കഴിഞ്ഞ് അതുപോലെ ഫോൺ എടുത്ത് വെക്കും. പിന്നെ അതാ ദേവ് ഇവിടെ ഇരിപ്പുണ്ട്. അവൾ പിന്നെ ഞങ്ങളെപ്പോലെ വലിയ അലപ്പൊന്നുമില്ല കേട്ടോ. അവളിങ്ങനെ കേട്ടോണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ചില സമയം കീന്ന് കിടന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഞങ്ങൾ സംസാരവും കാര്യം പറച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. പൊറോട്ടയാണേ. അപ്പുറത്ത് ഞാനൊന്നും വെച്ചില്ല. ഇന്നിവിടെ പൊറോട്ട വാങ്ങിച്ച് അപ്പം എന്നെ വിളിച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാനും കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മണിക്കുട്ടിയെ കാത് കുത്തിക്കാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. ഇന്ന് മണിക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ എണ്ണിച്ചപ്പോൾ മുതൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കരയാൻ പോവാണ്. കാത് കുത്താനായിട്ട് കാതി പിടിച്ചപ്പോഴും അവള് ഭയങ്കര ചിരിയായിരുന്നേ. പക്ഷെ അവൾക്കറിയത്തില്ലല്ലോ അവളെ നോവിക്കാനായിട്ടാണ് കൊണ്ടുവന്നത്. മാമന്റെ മടിയിലിരുന്നാണ് കേട്ടോ കാത് കുത്താൻ പോകുന്നത്. ഭയങ്കര ചിരിക്കുക. എൻ്റെ റീൽസ് വീഡിയോ ഉണ്ട്, അതിലാണെന്ന് തോന്നുന്നു അവൾ നല്ലതായിട്ട് ചിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ലോങ് വീഡിയോയിൽ വലുതായിട്ട് ചിരിക്കുന്ന കിട്ടിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അവളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു എന്താണ് സംഭവം എന്ന്. അത് കഴിഞ്ഞിതാ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു കാത് കുത്താനായിട്ട് ഞാനായിരുന്നു കേട്ടോ പിടിച്ചുകൊണ്ട് നിന്ന്. പിന്നെ അവിടെ കരച്ചിൽ കേട്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിച്ചില്ല. എനിക്ക് പിന്നെ പിടിച്ചുകൊണ്ട് നിൽക്കാനുള്ളൊരു ത്രാണിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് പകരം പ്രജിത ചേച്ചി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കാതൊക്കെ കുത്തിയിട്ട് ദേവും ശിനുവണ്ണനും കുഞ്ഞും കൂടെ ദേവുവിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഓർത്തിരുന്ന് കരയായിരുന്നു, ഏങ്ങി. പിന്നെ കാതിലിങ്ങനെ ഊതിയൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും കുറേ കരച്ചിലൊക്കെ മാറിയായിരുന്നു. ഇപ്പോൾ ഭയങ്കര കരച്ചിൽ, ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ കമ്മലൊക്കെ കുത്തി സുന്ദരി പെണ്ണായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ എവിടെയാണെന്ന് പറഞ്ഞാൽ തൈപ്പൂയം ആയതുകൊണ്ട് ഇന്ന് കുന്നിലമ്പലത്തിൽ കാവടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത്. കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ തൊഴുത് അമ്പലമൊക്കെ തൊഴുതിറങ്ങിയിട്ട് നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ ചെയ്യുകയാണ്. അവിടുത്തെ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പാനിപ്പൂരിയാണ് കേട്ടോ വാങ്ങിച്ചത്. അത് പിന്നെ ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും പാനിപ്പൂരി കണ്ടാൽ പിന്നെ നമ്മൾ ട്രൈ ചെയ്യാതെ പോകില്ലല്ലോ. പക്ഷേ നല്ല പാനിപ്പൂരിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ട്. കാരണം എനിക്കിഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ലായനി ഇല്ലേ, ആ ലായനി മധുരം ഉള്ളതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്കിനും ഉണ്ട് കാവടിയാട്ടവും എല്ലാം കൂടെ കയറി വരുന്നുണ്ടായിരുന്നു.
ഗാനമേളയായിരുന്നു കേട്ടോ അവിടെ രാത്രിയിലത്തെ പരിപാടി. അപ്പോൾ ഗാനമേളയൊക്കെ സ്റ്റേജിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൽ അന്നദാനം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് ഗാനമേള കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. പോയപ്പോൾ ഉണ്ട് അവിടെ ഭയങ്കര ക്യൂ ആണ്. അങ്ങനെ ഞാനും ടെസ്റ്റ് ചേച്ചിയും ഷിനുവണ്ണനും കൂടെ ക്യൂ നിന്ന്, പാറൂട്ടി ഉള്ളതുകൊണ്ട് പ്രേച്ചേച്ചി അവിടെ ഇരുന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.